ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. തേർഡ് പാർട്ടിയെ അകറ്റി നിർത്തി നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്നുള്ള തീരുമാനമാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉള്ളത്. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ പേഴ്സന്റെ നിലപാട്? ഈ പേഴ്സന്റെ മാനസികപരമായിട്ടുള്ള എനർജി, ഇമോഷണൽ പരമായിട്ടുള്ള ആ ഒരു ബാലൻസ് എന്താണ്? ഏതൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിലകൊള്ളുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ വിശ്വാസത്തോടെ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ആ ഒരു ഓവറോൾ എനർജിയിലേക്ക് തന്നെ നമുക്ക് ഒന്ന് എത്തി നോക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ഒരു റിവേഴ്സ് കാർഡാണ്. ആൻഡ് ഓൾസോ നമുക്ക് നേരെ വെച്ചിട്ട് വായിക്കാം. ദ ഫിഞ്ച് ആൻഡ് പീച്ച് റൊമാൻസ് ആണ്. പക്ഷേ ഈ റൊമാൻസ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് അബദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ പറയില്ലേ, അബദ്ധമായി പോയി എന്ന് നമ്മൾ പറയില്ലേ, അത്തരം ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഈ പേഴ്സൺ പല സാഹചര്യത്തിലും വിജയം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, മടി കാണിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ അത്രയും അങ്ങോട്ട് റിസ്ക് എടുക്കാതെ, അത്രയും അങ്ങോട്ട് താല്പര്യമാക്കാതെ, റിസ്ക് എടുക്കാതെ, അത്രയും ഒരു പ്രാധാന്യം നൽകാതെ പിന്നെ ആകട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്രയും ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്നിരുന്നത്. പലപ്പോഴും റൊമാൻറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ട സമയത്തൊന്നും തന്നെ ഈ പേഴ്സൺ റൊമാൻസ് കാണിച്ചിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സന്റെ സാന്നിധ്യം വേണം എന്ന് വിചാരിച്ച് ഇരിക്കുന്ന സമയത്ത് പോലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ ഈ പേഴ്സന്റെ സാന്നിധ്യം കാണിക്കാനോ നിന്നിരുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും കിട്ടിയില്ല, അതുകൊണ്ട് നഷ്ടബോധം തോന്നിയിട്ടുണ്ടാകാം. ഈ സിറ്റുവേഷൻസ് എല്ലാം തന്നെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വന്നുകൊണ്ടിരിക്കുന്ന ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ബോധോദയം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൊമാൻസ് ആയിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കണം, നിങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ഈ ഒരു കാര്യമാണ് ഈ പേഴ്സൺ ഇപ്പൊ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ ദ കൊയോട്ട് ആൻഡ് ഡെറ്റൂറ ആണ്. ഇത് ഭയങ്കര ട്രിക്സ്റ്റർ ആയിട്ടുള്ളൊരു ആനിമൽസ് ആണ്. ഇപ്പോൾ കൊയോട്ട് ആണെങ്കിലും ഡെറ്റൂറ ആണെങ്കിലും അതൊരു പ്ലാന്റ് ആണ്. പക്ഷെ അത് തൻ്റെ ഇരയെ വിഴുങ്ങുവാൻ വേണ്ടിയിട്ട് തക്കം പാത്ത് നിൽക്കുന്ന, തൻ്റെ ഇരയെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് അത്രയും ആവേശം കൊള്ളുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ചെടിയാണ്. അതുപോലെ ഒരു ആനിമൽ ആണ് ഈ ഒരു രണ്ട് കാര്യം നമ്മൾക്ക് ഈ കാണാൻ പറ്റുന്നത്. പക്ഷെ ഇത് ശരിക്കും എന്താ പറയാ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും അങ്ങോട്ട് ഈ പേഴ്സൺ എന്താ പറയാ, തേർഡ് പാർട്ടിയുടെ കെണിയിൽ വീണുപോയി എന്നാണ് കാണിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടിയുടെ കെണിയിൽ വീണു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു നഷ്ടം ഈ വ്യക്തിക്ക് ഇനി വേറെ വരാനില്ല. മനസ്സിലായോ? കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതാണ്. കാരണം ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കാതെ തേർഡ് പാർട്ടിയുടെ അരികിലേക്ക് പോകേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം തേർഡ് പാർട്ടി അത്രയും വലിയൊരു കെണി ഒരുക്കിയാണ് ഈ പേഴ്സണെ കാത്തിരുന്നത്. അപ്പൊ ഈ പേഴ്സൺ ഏതോ ഒരു സമയത്ത് കാല് തെറ്റി അതിലേക്ക് വീണു പോയി എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിനെ ഈ പേഴ്സൺ ഇപ്പോഴും ഒരു വളരെ ദേഷ്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം തനിക്കിത് പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ അത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാനാണ്. കാരണം എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളിൽ നിന്നും അകന്നു പോയത്, ആ ഒരു കാരണം ഇല്ലാണ്ടാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ആ ഒരു സ്വപ്നം പൂവണിയുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അവിടെ എല്ലാ തരത്തിലുള്ള എനർജിയും വരുന്നുണ്ട്, എസ്പെഷ്യലി തേർഡ് പാർട്ടിയുടെ എനർജി. ലോസ് ഓഫ് കൺട്രോൾ ഓർ ലോസ് ഓഫ് പവർ ഓർ കൺട്രോൾ എന്നാണ്. അതായത് ഈ പേഴ്സണ് ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്നുണ്ട്. അത് തേർഡ് പാർട്ടിയുടെ അടുത്തായിട്ടാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് ഈ പേഴ്സണെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ പേഴ്സണെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സന്റെ കൺട്രോൾ ചില സമയത്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടാകാം, ഭയങ്കര തല്ലുപിടുത്തം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടാകാം. ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു അവസ്ഥ, തിരിച്ചടി, ചെയ്തു പോയ തെറ്റുകളുടെ തിരിച്ചടിയായിട്ടാണ് ഈ പേഴ്സൺ അതിനെ കണക്കാക്കുന്നത്. കാരണം നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ സ്നേഹം കാണിച്ചപ്പോൾ തിരിച്ച് സ്നേഹം തരാതെ, നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ പോയി, അല്ലെങ്കിൽ അവരാണ് സത്യം എന്നുള്ള രീതിയിൽ അവരുടെ അടുത്തേക്ക് പോയത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ പേഴ്സണ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ക്രിയേഷൻ ആണ്. ഈ പേഴ്സൺ എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കണം, അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ഒരു ന്യൂ ബിഗിനിങ്സ് ആയിരിക്കാം, പുതിയ തുടക്കമായിരിക്കാം, മനസ്സ് തുറന്നുള്ള സംസാരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് തെളിവുകൾ നിരത്തി വെച്ചിട്ട് നിങ്ങളോട് ഈ പേഴ്സൺ എന്താ പറയുക, ക്ഷമ ചോദിക്കുക, അപ്പോളജൈസ് ചെയ്യാന്ന് പറയൂലേ, ക്ഷമ ചോദിക്കുക, അല്ലെങ്കിൽ തെളിവുകൾ നിരത്തി വെച്ചിട്ട് ഓക്കെ ഞാൻ കുറ്റക്കാരനല്ല, അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരിയല്ല, എന്നോട് നീ ക്ഷമിക്കൂ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ക്ഷമാപണമായിരിക്കാം, അല്ലെങ്കിൽ പുതിയ തുടക്കമായിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അങ്ങനെ ഒരു പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ യു ക്യാൻ മാനിഫെസ്റ്റ് യുവർ എവ്രി വിഷ് എന്നാണ്. ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്കാണ് എന്താ പറയാ ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ ഒരു എനർജി, ആ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ ഈ വ്യക്തിക്ക് നേടിയെടുക്കാൻ പറ്റും, ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് ഈ പേഴ്സൺ മനസ്സ് നിറയെ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലെ എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റിംഗ് ആയിട്ടുള്ള എനർജി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണ് നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല, നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ നൽകാനായിട്ട് പറ്റിയിരുന്നില്ല, നിങ്ങളുടെ സ്നേഹം നോക്കാനോ മനസ്സിലാക്കാനോ പറ്റിയിരുന്നില്ല. കാരണം വേറെ ആൾക്കാരുടെ ഇൻഫ്ലുവൻസസ്, വേറെ ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടായത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ നേടിയെടുക്കണം എന്നുള്ള ഒരു മാനസിക വികാരത്തോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പല രീതിയിലും ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള ജീവിതത്തിലല്ല ഈ പേഴ്സൺ ജീവിച്ചിരുന്നിരുന്നത്. അത് തേർഡ് പാർട്ടിയുടെ കൺട്രോളിലായിരിക്കാം, അവർ പറയുന്നത് കേട്ടായിരിക്കാം, മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ചായിരിക്കാം ഈ പേഴ്സൺ പോയിരുന്നത്. മറ്റുള്ളവർ എന്താണോ പറയുന്നത് അതനുസരിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കാം ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. സോ നിങ്ങളായിട്ട് ഒരുമിച്ചുള്ളൊരു ജീവിതം, അല്ലെങ്കിൽ അതാണ് ഈ പേഴ്സന്റെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്, അല്ലെ? നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ജീവിതം. അല്ലാത്ത പക്ഷം വെറും നാടകം മാത്രമാണ്. മറ്റുള്ളവരെന്തൊക്കെയോ പറയുന്നു, അതിനനുസരിച്ച് അനുസരിക്കുന്നു, പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു. ഇത് മാത്രമാണ് ഈ പേഴ്സണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സന്റെ യഥാർത്ഥ ലൈഫിലേക്ക് ഈ വ്യക്തി വരുന്നത് ഈ വ്യക്തിയുടെ സ്വന്തം മാനിഫെസ്റ്റേഷനിലൂടെയാണ്, സ്വന്തം തീരുമാനത്തിലൂടെയാണ്. അത് തേർഡ് പാർട്ടിയുടെ എല്ലാ വശങ്ങളും അറിഞ്ഞുകൊണ്ടാണ്, അറിഞ്ഞ് മനസ്സിലാക്കി തിരിച്ചടി കിട്ടി പാഠം പഠിച്ച് അങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. എപ്പോഴും ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രയോറിറ്റി ഈ വ്യക്തിക്ക് സ്വന്തം കൊടുക്കാനാണ്, സ്വന്തമായിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്.
ഓക്കെ, സ്വന്തമായിട്ട് പ്രയോറിറ്റി, അതായത് സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക. എന്നാൽ മാത്രമാണ് വിജയത്തിൽ തൻ്റെ ജീവിതം സേഫ് ആക്കി വെക്കാൻ പറ്റുകയുള്ളൂ. ആൻഡ് തൻ്റെ സ്വന്തം കാര്യത്തിന് റിസ്ക് എടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ബി യുവർ ഓൺ ഫസ്റ്റ് പ്രയോറിറ്റി എന്നാണ്. സ്വന്തമായിട്ടുള്ള ആ ഒരു പ്രയോറിറ്റി, സ്വന്തമായിട്ടുള്ള മുൻഗണന അത് ആദ്യം കൊടുക്കണം. എന്നാൽ മാത്രമേ തനിക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനു മുമ്പ് മറ്റു പലർക്കൊക്കെയാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അവർ പറയുന്നത് കേട്ടു, അനുസരിച്ചു, പ്രവർത്തിച്ചു, എന്നിട്ട് തനിക്ക് എന്ത് കിട്ടി, താൻ എന്ത് നേടി എന്നുള്ള ഒരു ചിന്താഗതിയും കൂടിയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു തിരിച്ചറിവും കൂടിയാണ്. ആൻഡ് ഓൾസോ ദ ഫൈനൽ ഔട്ട്പുട്ട് വിൽ ബി ദ ലവിങ് വുമൺ ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ചിട്ടുള്ള ഒരേ ഒരു സ്ത്രീനെ അല്ലെങ്കിൽ ഒരേ ഒരു പുരുഷനെ ഈ വ്യക്തി കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെയാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം അത്രയും ലവിങ് വുമൺ ആണ്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു സൂപ്പർബായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ അത്രയും ലവിങ് ക്യാരക്ടറാണ്, അത്രയും ലവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ സാന്നിധ്യം വേണം, അതങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നവരാണ്, നല്ല മനസ്സുള്ളവരാണ് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുകയാണ്. മനസ്സിലായോ? ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും തേർഡ് പാർട്ടിയുടെ ആ ഒരു പല സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ, ഈഗോ, 6 വീക്സ്, നമ്പർ 2, 12, ഓഗസ്റ്റ് ആൻഡ് ഉത്രട്ടാതി. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.